നിങ്ങളെ മുമ്പാകെ കാണിക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലിലൊരു നെയ്ച്ചോറാണ്. നമ്മളെ കണ്ണൂർ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു 10 ഗ്ലാസിൻ്റെ അളവിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ ഫാമിലീസിനെ വീക്കെൻഡിൽ എന്തായാലും ഗസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കാണിച്ചിട്ട് അതിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ ഇത് കൂട്ടത്തിൽ ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്ന നമ്മളെ മലബാർ അടുക്കളയിൽ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്താണെന്ന് നോക്കാം. മിൽമ നെയ്യ് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ വേണം. അസീൽ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യാണല്ലോ ഇവിടുന്ന് എല്ലാവരും. അതൊരു 4 ടേബിൾ സ്പൂൺ വേണം. പിന്നെ കുറച്ച് അണ്ടി, മുന്തിരി, പിന്നെ ഒരു ക്യാരറ്റ്, കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് പൊരിച്ചെടുക്കാൻ വേണ്ടി സവാള ഞാൻ 4 എണ്ണം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ്. പിന്നെ ഒരു കാമുറി ഉള്ളി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഗരം മസാല ഐറ്റംസ്, ബേ ലീവ്സ്, കറുവപ്പട്ട, ഗ്രാമ്പു, കക്കോലം, ജാതിപത്രി, ജീരകം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് ബസ്മതി അരിൻ്റെ നെയ്ച്ചോറാണ്. കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഇവിടെ ബസ്മതി അരിയാണല്ലോ. അപ്പോൾ ഇതേ ഗ്ലാസ് അളവ് ഞാനൊരു 10 ഗ്ലാസ്, ഇതിപ്പോൾ സാധാ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ് 1.5 ഗ്ലാസ് അളവാണിത്. ഇതില ഞാൻ എല്ലാ ദിവസവും അളക്കാളൂ. എല്ലാ ദിവസവും എന്നല്ല, ഇപ്പോൾ സാധാ ചോറ് വെക്കുന്നുണ്ടെങ്കിലും ഇനി വേറെ എന്തെടുക്കുന്ന ഈ ഗ്ലാസ്സാണ് എൻ്റെ അളവ്. അപ്പോൾ പിന്നെ ഈ ഗ്ലാസ് ഞാൻ 10 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി പൊതിർത്തി വെച്ചതാണ്. കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈയിട്ട് അമർത്തി കഴുകാൻ പാടില്ല. ഇങ്ങനെ എന്താ പറയുക, നന്നായിട്ട് സൈഡിലോട്ട് ഇളക്കി കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് കറക്റ്റ് ഒരു അരമണിക്കൂർ പൊതിർത്തി വെച്ച ഈ അരിൻ്റെ മാറ്റം നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ അരമണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട്. നല്ല നീളം വെച്ചിട്ടുണ്ട് അരി. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത അരി നമുക്ക് ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് അത് ഊറ്റി വെക്കാൻ പോവുകയാണ് ഞാൻ. അപ്പം അരി നന്നായിട്ട് ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഈ നേരം കൊണ്ട് അടുപ്പ് കത്തിച്ച് 5 ടേബിൾ സ്പൂൺ അസിയിലൊഴിച്ച് 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി, അണ്ടിയും മുന്തിരിയൊക്കെ ആദ്യം പൊരിച്ചെടുക്കണം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1 സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. സാധാ സ്പൂണാണ്, അത് നിർബന്ധമില്ല. ഉള്ളി പെട്ടെന്നൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. കൂട്ടുകാരെ, ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് അണ്ടിയും മുന്തിരിയിൽ ആദ്യം തന്നെ അണ്ടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അണ്ടി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ അതിന് വേണ്ടത് പുളിനാരങ്ങ, 1 പുളിനാരങ്ങ, കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊരിച്ച് കോരി ആദ്യം എടുത്ത് വെക്കാം. ഈ സമയം നിങ്ങൾക്ക് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പത്ത് വെക്കാം. കാരണം നമുക്ക് തിളച്ച വെള്ളമാണ് നെയ്ച്ചോറിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാ വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല, സമയലാഭത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ വെള്ളം തിളക്കാൻ വെച്ചെടുക്കുന്നത് സമയലാഭത്തിന് വേണ്ടിയിട്ടാണ്. 10 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 15 ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ച് കൊടുക്കുക. ഇനി ആ നെയ്യിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഐറ്റംസ് ഒന്ന് പൊട്ടി വരുന്ന സമയം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, ഇങ്ങനെ പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യുക. അപ്പം ഞാനിതിപ്പോൾ 5 ഗ്ലാസിൻ്റെ അളവാണ് എൻ്റെ ഈ ചെമ്പ്. ഒരു 15 ഗ്ലാസ് വെള്ളം ഇതേപോലെ ഒഴിക്കാൻ പോവാണ്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നിങ്ങൾ തിളച്ച വെള്ളം ഇല്ലെങ്കിൽ ഇതേപോലെ അളന്നിട്ട് ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ വെള്ളം അളന്നിട്ട് നേരെ 1ഉം 1/2 കൂടി കണക്കാക്കിയിട്ട് ഒഴിച്ചിട്ട് അത് വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പിട്ടിട്ട് ബാക്കി ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു സ്പൂണ് ഇപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് തിളച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ഞാൻ ബാക്കി ചേർത്ത് കൊടുക്കും. പുളിനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. വെള്ളം തിളച്ച് വരികയെന്ന് ഒറ്റക്കൈ ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ അടുത്ത് ഇൻബോക്സിൽ പലരും വന്ന് ചോദിച്ചതാണ്, നെയ്ച്ചോറ് നമ്മളൊക്കെ വെച്ച് അടിഞ്ഞു പോകുന്ന, റൂമിലുള്ള ആളൊക്കെ വന്ന് തല്ലി, നിങ്ങളൊന്ന് കാണിച്ചു തരി വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടും കൂടിയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഒരു റൂമിൽ ഒരു 10-20 ആൾക്കാരുണ്ടെങ്കിൽ ഈ അളവ് സുഖമായിട്ട്
കഴിക്കാം. ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. കണ്ണൂർക്കാർ സെപ്പറേറ്റ് ആയിട്ട് നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ദമ്മിടുക. ഓക്കെ, അപ്പം നെയ്ച്ചോറായിട്ടും കാണിക്കാം. ഇനി ബിരിയാണിയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ മസാല വെച്ച് ദമ്മിടുന്നത് കാണിച്ചാൽ മതി. അപ്പം തുള്ളി തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലോട്ടേക്ക് ഡ്രെയിൻ ചെയ്ത അരിയും അതിനു മുമ്പ് മല്ലിച്ചപ്പും പുതിന ഇലയും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് കൂട്ടുകാരെ. ഇതിപ്പോൾ ഒരു കൈയോടെ എടുത്തിട്ട് ഇതിലേക്ക് തട്ടല് നടക്കുന്ന കാര്യമില്ല, എനിക്ക് അത്രക്ക് ആരോഗ്യമില്ല. അപ്പോൾ ഞാൻ ആ അരിയൊന്ന് ഇതിലേക്ക് തട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയാണ്. വളരെ എളുപ്പമല്ലേ? ഇനി ഇതൊന്ന് തട്ടിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഫുള്ളായിട്ട് അങ്ങ് തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതിപ്പോൾ ഫുള്ളായിട്ട് അരിയിട്ട് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ചെമ്പ് അടച്ച് വെച്ച് മീഡിയം തീയിലാക്കി കൊടുക്കണം അടുപ്പ്. ഓക്കെ, ഇനി ഇതേപോലെ ഒരു 20 മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, ഇളക്കി നോക്കൂ, ഒന്നും ചെയ്യണ്ട. 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവോലുള്ള വിട്ടിട്ടുന്ന നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് കാണിച്ചു തരാം. നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ഈ സമയം എടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടാകെ 5 സ്പൂൺ ഉപ്പ് ഇതിൽ ചേർന്നിട്ടുണ്ടാവും. വലിയ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ അതൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിന് പിന്നെയും അത്ര തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുന്നതാണ്. ഞാൻ സാധാരണ തുറക്കാറില്ല. ഇതുണ്ടോ, അരിയും വെള്ളവും ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ടോ, ഇതൊരേ ലെവലിൽ നിൽക്കും. നേരിയ തീയിലാണ് കേട്ടോ വെച്ചു കൊടുക്കേണ്ടത്. ഇനി അങ്ങോട്ട് എത്രത്തോളം നേരിയ തീയാക്കാൻ പറ്റുമോ അത്രത്തോളം നേരിയ തീയിലാക്കിയിട്ട് വെച്ചാൽ ഒരു കുറച്ച് ചോറ് പോലും അടിക്ക് പിടിക്കാതെ നല്ല പൂവുള്ള നെയ്ച്ചോറ് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യ്, എന്നിട്ട് അഭിപ്രായം പറയും. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ 10-20 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മാഷാ അല്ലാഹ്. അപ്പം നമ്മളെ നെയ്ച്ചോറ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും നെയ്ച്ചോറ് പോലുള്ള ഇത് വെക്കുമ്പോൾ കുറച്ച് വലിയ ചെമ്പ് എടുക്കണം. ചെമ്പിൻ്റെ വലുപ്പം കുറയുമ്പോൾ നമ്മളെ ചോറ് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല, ആവിയുള്ളത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ആയിട്ടില്ലേ നമ്മളെ ചോറ്? നല്ല പൂപോലെ നെയ്ച്ചോറായിട്ടുണ്ട്. ഇപ്പോൾ ഇളക്കി നുറുക്കാത്തത് കൊണ്ട് അരി പൊട്ടിയിട്ടുമില്ല. അപ്പം ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഒന്ന് ആവി തണിയും. കണ്ടോ കൂട്ടുകാരെ, ചോറ് ഒട്ടും അടിക്കും പിടിച്ചിട്ടില്ല, വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും വലിയ അളവ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വിഭവമായി കാണുന്നത് വരെ ബൈ.